ഞാൻ അപ്പോഴേ പറഞ്ഞ ഏതെങ്കിലും പഴയ മാപ്പിളപ്പാട്ട് എടുത്ത് റിമിക്സ് ചെയ്താൽ മതി. അപ്പൊ അവന്റെ ഫ്രഷ്നെസ് കോപ്പ്. അത് അവർ നമ്മ റേഞ്ച് എത്തിയില്ല. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. വണ്ടിയുടെ 4 മാസം അടവ് പെൻഡിങ്. അത് കുഴപ്പമില്ല. എന്ത് കുഴപ്പമില്ലെന്ന് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണോ നടക്കേ. ഇപ്പൊ അത് മൂഞ്ചി. ഒന്ന് നിർത്തടാ ശാന്ത്. എന്താടാ നീ ഇവിടെ നിൽക്കണു? ഒന്നുമില്ല. എന്നാ ചായ കൂടി എന്നാ പറയടാ. അത് നമ്മളാ കല്യാണ വീട്ടിൽ വെച്ചൊരു തട്ടിട്ട ഡാൻസ് കളിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടില്ലേ? അവിടെ ഒരാൾ മാത്രമാണോ തട്ട് കിട്ടിയിരുന്നത്? ഒന്ന് പോടാ. പിന്നെ ഒരു പ്രത്യേകതരം മുഞ്ചുള്ള പെണ്ണ്. അവളെ കണ്ടപ്പോ പോലെ എൻ്റെ ഉള്ളിൽ എന്തൊരു ഹാല്. ഈ ഹാലിനെ ഒറ്റയ്ക്ക് നീ ഇവിടെ നിന്നാ മതി. അങ്ങോട്ട് നോക്കി. മാനസമൈനെ വരൂ മധുരം നുള്ളി തരൂ തരൂ. എന്താണ് ബോസേ? ഈ പറഞ്ഞില്ലേ റിസൾട്ട് ഒക്കെ? എടാ ഞാൻ ഒരു സത്യം പറഞ്ഞ ഈ ഞെട്ടരുത്. എന്താ? ഞാൻ ആ നാൻസിന്റെ പേപ്പറൊക്കെ എഴുതി. അതുകൊണ്ട് ചിലപ്പോ ഞാൻ പാസ്സാവും. ബെസ്റ്റ്. ഓള് +2 പാസ്സായ 4ാമത്താണ്. ഈ വരണെങ്കോ ഈ പോയി നോക്കിട്ട് വേടാ. എനിക്കേ വേറെ കുറെ പരിപാടികളുണ്ട്. ആ മഞ്ചത്തെ അന്വേഷിക്കാൻ പോകാനായിരിക്കും. താങ്ക്സ് മോനെ ഉറപ്പിച്ചേന്. അപ്പൊ ശരി, ഓൾ ദ ബെസ്റ്റ്. ഈ എന്തെങ്കിലുമൊക്കെ ചെയ്യും. മെഹറുബാ മെഹറുബാ പുതുക്ക പെണ്ണ് മെഹറുബാ. പറന്നു വന്നു പൈങ്കിളി മലർത്തേൻ കിളി പൈങ്കിളി മലർത്തേൻ കിളി. ഭയങ്കര സിറ്റുവേഷൻ പാട്ടാട്ടോ. ഈ ചട്ടിപ്പത്തിരിക്കൊന്നും പഴയ വലിപ്പില്ലല്ലോ അമ്മ. ആ എൻ്റെ വാപ്പാന്റെ പീടികയില് കച്ചവടത്തിനും പഴയ വലിപ്പില്ല. എങ്ങനെ ഉണ്ടാവും? നിങ്ങളെ കെട്ടിയോൻ ഇപ്പോഴും 90s ബിരിയാണി നെയ്ച്ചോറും കെട്ടിപ്പിടിച്ചിരിക്കല്ലേ? വല്ല പിസയിലോ ബർഗറിലേക്കോ പിടിച്ചൊന്ന് കേറി വരാൻ പറയൂ. അതേടാ അപ്ഡേറ്റ്. അതുകൊണ്ട് പട്നയിലാണ്ടെങ്കിൽ പോണ്ട്. നിന്നെ വാപ്പ ചോദിക്കണ്ടായിരുന്നു. വാപ്പയ്ക്കേ നല്ല മുട്ടാല് വേന. കുറേ നേരം അടുപ്പിച്ച് പീടികയിൽ ഇരിക്കാൻ പറ്റണില്ല. നിന്നോടൊന്ന് ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു വാപ്പ. ഉമ്മ എന്തീ പറയുന്നത്? എനക്ക് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുള്ളതെന്ന്. ഞാൻ ആ കടയിൽ പോയിരുന്ന വാപ്പാന്റെ ബിരിയാണി പോലെ അമ്മായി പോലെ. I have to fly very high. ഇന്നലെ കല്യാണ വീട്ടിൽ കേടൊക്കെ ഉയരത്തുന്ന താഴെ ഇറങ്ങിട്ട് പോരെ. അത് ഇത്ര പെട്ടെന്ന് വൈറലായോ? അയ്യോ, ഇനിയിപ്പോ എങ്ങനെ പുറത്തിറങ്ങും? മോനെ ഇന്നലെ ഞാനും ഉണ്ടായിന കല്യാണപ്പുരയില്. എന്തായി ശമ്പളം കിട്ടിയ? ബ്രേക്ക്ഫാസ്റ്റേ കിട്ടിയില്ല, പിന്നെ ശമ്പളം. മോനെ എന്തായി? പഞ്ചത്തിനെ അട്രാക്ട് ചെയ്തോ? ഞാൻ കുറെ നോക്കി പക്ഷെ റൂട്ട് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. നെറ്റ്വർക്ക് പ്രോബ്ലംസ്. നീ അവള് വിളിച്ച ഫാത്തിമാന്? പിന്നെ കല്യാണം കഴിഞ്ഞ് പറ്റിയ ദിവസമല്ലേ ഫാത്തിമനെ വിളിക്കുന്നത്. അതിനെന്താടാ പേരും ഡീറ്റെയിൽസ് അറിയാണ്ടേ? നീ വിളിടാ, നീ ഫാത്തിമ വിളിടാ. വിളിക്കാലേ? കാര്യം പേര് കിട്ടിയ ഞാൻ ഇൻസ്റ്റേത്ത് വേറെ കാര്യം. എടാ കട്ടാക്കിയല്ല. ഒന്നൂടെ വിളിടാ. വേണോ? ഒന്ന് വിളിക്കടാ. അവള് ഫോൺ എടുക്കൂല. അവൻ വിളിച്ചാൽ അവൾ ഫോൺ എടുക്കും. 1000 rupees ബെറ്റ്. ഫോൺ എടുത്ത് ഇന്നലെ കല്യാണത്തിന് പാട്ട് പാടില്ലേ? ഓനാ? എന്റെ പാത്തു, ഈ പാട്ടും കൂത്തൊക്കെ പടച്ചോ നമുക്ക് ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളാ. അതുകൊണ്ട് അത് ചെയ്യുന്ന ആൾക്കാരും നമുക്ക് ഹറാമാണ്. നമുക്ക് അവരായിട്ടുള്ള കൂട്ടൊന്നും വേണ്ട കേട്ടോ. എടുത്തില്ല. പിന്നെ കട്ടാക്കി. അവർക്ക് എന്തൊക്കെ പരിപാടി ഉണ്ടാവും. പുതുക്കല്ലേ, പുതുമൂടി അല്ലടാ. കോട് കാശ് അത് പോയി. വാ
നോക്കി. എന്നിട്ട് നിങ്ങൾ എൻ്റെ ഒന്നുകൂടെ സപ്ലൈ ചെയ്തേണ്ടി വരും. അപ്പൊ നീ ഞാൻ കഴിച്ചില്ലായി. ജസ്റ്റ് പാസ്. കൂടെ നിന്നെ ചതിക്കണോ നായന്റെ പട്ടി മോനെ. ജസ്റ്റ് പാസ് അല്ലേ? നോക്കി ടീച്ചറിനുള്ള അബദ്ധം പറ്റിയായിരിക്കും. എന്തായാലും ഈ പാസ്സായില്ലേ, ചെലവെടുക്ക്. എന്റെ പൊന്നളിയാ, ദേ 10 പൈസ ഇല്ല കയ്യില്. എണ്ണ അടിക്കാനുള്ള എന്താ ഇലക്ട്രിക് വണ്ടി? അല്ല എടാ താടാ പൈസ. ഫുൾ ചെലവ് ഇവന്റെ വക. എന്നൊക്കെ എന്റെ കയ്യിൽ കിട്ടും, കാണിച്ചു തരാം. അത് അപ്പഴല്ലേ, അപ്പ കണ്ടോളാം. പക്ഷെ ഇപ്പൊ അതല്ല വിഷയം. ഞാൻ അങ്ങനെ എന്റെ വീട്ടിൽ കയറും, അതിനൊരു പരിപാടി പറയുന്നു. അതിനല്ലേ നമ്മുടെ ലത്തീഫ് മാമ. ലത്തീഫ് മാമ, അത് റിസ്ക് ആണ്. എടാ ലത്തീഫ് മാമ ഈ സൗർ മാമ നമുക്ക് സെറ്റാക്കടാ. മാമെങ്കിലും മാമ